ഹായ് ഗെയ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആയുർവേദത്തിൽ വലിയ സ്ഥാനമുള്ള മികച്ച ഔഷധ സസ്യമായ ആടലോടകത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ഇലകളും വേരുകളും പൂക്കളുമെല്ലാം വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നായി ഉപയോഗിക്കുന്നു. ജുഡീഷ്യ അഡക്ടോഡ, അഡക്ടോഡ വാസക എന്നീ ശാസ്ത്രീയ നാമമുള്ള ആടലോടകം അക്കാന്തേസി സസ്യകുടുംബത്തിൽപ്പെട്ടതാണ്. മലയാളത്തിൽ ആടലോടകമെന്നും സംസ്കൃതത്തിൽ വാസക എന്നും ഇംഗ്ലീഷിൽ മലബാർ നട്ട് എന്നും അറിയപ്പെടുന്നു. കേരളം ഉൾപ്പെടുന്ന മലബാർ പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നതിനാലാണ് ഇതിന് മലബാർ നട്ട് എന്ന് വിളിക്കാൻ കാരണം. ഇപ്പോഴുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഉത്തമ ഔഷധ സസ്യമാണ് ആടലോടകം. ആടലോടകത്തിൽ വാസിസിൻ, വാസിസിനോൺ എന്നീ ഔഷധ ആൽക്കലോയിഡുകൾ, ഫ്ലാവനോയിഡുകൾ, ഡാനിനുകൾ, സാപ്പോണിനുകൾ, ഫിനോളിക് സംയുക്തങ്ങൾ, വൈറ്റമിൻ സി, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ശ്വാസകോശ ആരോഗ്യം സംരക്ഷിക്കാനും ചുമ, കഫക്കെട്ട്, ആസ്മ, ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്ക് ഇത് വളരെ ഫലപ്രദമാണ്. കൂടാതെ കഫം ഇളക്കിക്കളയുന്നതിനും ശ്വാസനാളി വികസിപ്പിക്കാനും ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്ത് രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കുന്നു. പല്ലിലെ പഴുപ്പ്, ഈറുകളിൽ നിന്നുള്ള രക്തസ്രാവം, പൈൽസ് മൂലമുള്ള രക്തസ്രാവം എന്നിവ നിയന്ത്രിക്കാൻ ഇതിൻ്റെ വേര് ഉപയോഗിക്കാറുണ്ട്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ജലദോഷവും മറ്റ് അണുബാധയും തടയുന്നു. കഫക്കെട്ടു മൂലമുള്ള ചുമ മാറാൻ ആടലോടകത്തിൻ്റെ പത്തിലയും പഴുത്ത പ്ലാവില ഞെട്ട് 10 എണ്ണവും 1 സ്പൂൺ ജീരകവും നന്നായി വറുത്തതിന് ശേഷം അതിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് 1/2 ഗ്ലാസ്സായി വറ്റിച്ചെടുത്ത് അത് അരിച്ചെടുത്ത ശേഷം തണുപ്പിച്ച് കഴിക്കുക. ഇങ്ങനെ കുറഞ്ഞത് 3 ദിവസമെങ്കിലും കഴിക്കുക. ചുമ പെട്ടെന്ന് മാറാൻ സഹായിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആടലോടകത്തിൽ ഗർഭപാത്രത്തെ സങ്കോചിപ്പിക്കുന്ന ഓക്സിറ്റോസിൻ അടങ്ങിയിരിക്കുന്നതിനാൽ ഗർഭിണികളും ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇത് കഴിക്കാൻ പാടുള്ളതല്ല. ഇതൊക്കെയാണ് എനിക്ക് ആടലോടകത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്കേവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം സന്ധിക്കും വരെ ഏവർക്കും വണക്കം.